LDF ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രൊഫസർ തോമസ് മാത്യു. നിലമ്പൂരിൽ LDFന് അനുകൂല സാഹചര്യമാണെന്നും തോമസ് മാത്യു മീഡിയ വണ്ണോട് പറഞ്ഞു. 96-ലും 2011-ലും LDF സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യുവിനെ ഇത്തവണയും CPM പരിഗണിക്കുന്നുണ്ട്. നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നൊരു പേര് പ്രൊഫസർ തോമസ് മാത്യുവിന്റേതാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസ് അധികാരിന്റെ ഭൂരിപക്ഷം 5000-ലേക്ക് അതിനടുപ്പിച്ചെത്തിക്കാൻ കഴിഞ്ഞ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോഴും സജീവ ചർച്ചകളിൽ പേരുകൾ വരുന്നുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ നമ്മോടൊപ്പം അയവിറക്കുകയാണ്. 2 തവണ ആര്യാടൻ മുഹമ്മദിനോട് മത്സരിച്ചു, 5000 വരെ ഭൂരിപക്ഷം എത്തിച്ചു. ആ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ എങ്ങനെ കാണുന്ന ആ ഒരു പോരാട്ടത്തെ? വളരെ സജീവമായ പോരാട്ടമായിരുന്നു. 2 പ്രാവശ്യം 96-ലും 2011-ലും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ആ 2 പരാജയങ്ങൾ എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഞാൻ അതിനൊരു പരാജയമായി കണ്ടിട്ടില്ല. അതാണ് എനിക്ക് ആ ഇലക്ഷനെ പറ്റിയുള്ള എന്റെ അനുഭവം. അതായത് ഒരു ആര്യാടൻ മുഹമ്മദിനെ പോലെ വലിയ കരുത്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ അങ്ങനെ നല്ലൊരു ഫൈറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു ആ സമയത്ത് അല്ലേ? തീർച്ചയായും നല്ല ഫൈറ്റായിരുന്നു. അതും നല്ല മാന്യമായ ഫൈറ്റായിരുന്നു. ആ ഇലക്ഷന് വേണ്ട ജനാധിപത്യ ശൈലിയുള്ള എല്ലാ അന്തസ്സുകളും അഭിജാത്യമുള്ള മത്സരം തന്നെയായിരുന്നു. തുടർന്നും താങ്കൾ രാഷ്ട്രീയ മേഖലയിൽ സജീവം തന്നെയായിരുന്നു അല്ലെ? ഞാൻ രാഷ്ട്രീയ മേഖലയിൽ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഞാൻ സജീവമാണ് ഇപ്പോഴും. പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. അതാണ് ഇപ്പോഴും എന്റെ അവസ്ഥ. ഇപ്പോഴും സ്ഥാനാർത്ഥി ചർച്ചകളിൽ താങ്കളുടെ പേര് കടന്നു വരുന്നുണ്ട്. പാർട്ടി താങ്കളോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാകും? തീർച്ചയായും. പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ ഞാൻ പാർട്ടി പറയുന്ന അത് പൂർണ്ണമായും സ്വീകരിച്ച് അതിന് തയ്യാറാണ്.